ബഹുമാനപ്പെട്ട തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതിനുള്ള ഒരു മറുപടി എന്നുള്ള നിലക്ക് തന്നെയാണ് ഉസ്താദ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് ഏവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് സുന്നി ഐക്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉസ്താദിന്റെ വാക്കുകൾ കൂടെ തന്നെ നമുക്കതൊന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതിനിവിടുത്തെ ആലിമീങ്ങളും സയ്യിദന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം. അതിന് നിങ്ങളെല്ലാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹു തആല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ നമ്മളോടൊക്കെ എല്ലാവരോടും ദുആ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇരു സമസ്തകളില്ലാതെ എന്നാണ് അവിടെ AP ഉസ്താദ് പറഞ്ഞത്. ഒറ്റ സമസ്തയായിട്ട് വരാൻ എന്നാണ് ഉസ്താദ് അവർ പറഞ്ഞത്. എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണത്. അതേപോലെ നമുക്ക് ഏവർക്കും മനസ്സിലായി. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. ഇവിടെ അതിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു തുടക്കത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അതിനൊക്കെ ഏറെക്കുറെ പരിഹാരങ്ങൾ എന്നുള്ള നിലക്ക് ആ രീതിയിലേക്ക് തന്നെ EK വിഭാഗം സമസ്തയുടെ ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. ആദർശപരമായി നല്ലൊരു മുന്നേറ്റം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വലിയൊരു മാറ്റം EK സമസ്തയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാറ്റം അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഉസ്താദിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ AP ഉസ്താദിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തുകൊണ്ട് സമസ്ത EK വിഭാഗത്തിലെ തന്നെയുള്ള മുസ്തഫ മാഷ് മുണ്ടുംപാറ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭൂരിഭാഗം സുന്നികളാണ്, സുന്നി വിശ്വാസികളാണ്. ഏകദേശം ഒരു 10, 35, 40 കൊല്ലമായി 1990-കൾ മുതൽ പരസ്പരം കലഹിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളുണ്ടായത്. പള്ളികളിലും മദ്രസകളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായി. ആ പഴയ കാലങ്ങൾ ഇപ്പോൾ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകേണ്ടതാണ്. അപ്പോൾ അതിനിടയിലാണ് പലപ്പോഴായി സുന്നി ഐക്യത്തിന് വേണ്ട ശ്രമങ്ങൾ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം മത്തായ ഒരു ആഗ്രഹമായി മനസ്സിൽ കരുതിയ സ്വപ്നമായിരുന്നു സുന്നികൾ ഐക്യം യോജിക്കണമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. 2018-ൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായൊരു ചർച്ച നടന്നു. ഇരു വിഭാഗത്തിലെ നേതാക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്. പിന്നെ കോവിഡിൻ്റെ സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നപ്പോൾ പ്രത്യേകമായ ആ സാഹചര്യത്തിൽ ആ കാര്യം നീണ്ടുപോയി. അന്ന് നിശ്ചയിക്കപ്പെട്ട ആ ചർച്ച ഇതിൻ്റെ ബാക്കി പത്രമായിക്കൊണ്ട് തന്നെയാണ് സമസ്ത മുഷാവറയിലെ ഈ ചർച്ചയ്ക്ക് വരികയും സുന്നികൾ യോജിക്കണമെന്ന് പ്രമേയം വരികയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് AP വിഭാഗം ഇന്നലെ അവരുടെ കോട്ടക്കൽ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അത് പറഞ്ഞത്. ഇത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം ചെയ്യുന്നതാണ്. മുസ്ലിം സമുദായം പൊതുവായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളും ഗ്രാമങ്ങളിലും ഒക്കെ പരസ്പരം ചണ്ട കൂടി നിന്ന കഴിഞ്ഞ കാലങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഒന്നിച്ച് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് കാന്തപുരം ഉസ്താദും അതിനെ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ സുന്നികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യം. ശരിയാണ്, തീർച്ചയായിട്ടും നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മളോട് കേട്ടത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ അവിടെ ഇന്നലെ ചർച്ച ചെയ്യുകയും പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതൊക്കെ ചിലത് പറയേണ്ടതാണ്, ചിലത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. AP ഉസ്താദ് തന്നെ ആ ഉസ്താദിന്റെ പ്രസംഗത്തിൽ വൈകി വന്നവർ എന്ന ഒരു പ്രയോഗം അതിൽ നടത്തുന്നുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുത്ത് വന്നവർക്കൊന്നും അതിന്റെ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല രീതിയിൽ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണാതെ. ഇവിടെ ഇത് AP ഉസ്താദ് മാത്രമല്ല, ഇവിടെ മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന പിന്നെ ഇപ്പോൾ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആളായിരിക്കുന്ന അതുപോലെ തന്നെ സംസ്ഥ EK വിഭാഗം മാറ്റി നിർത്തിയിട്ടുള്ള മുസ്തഫൽ ഫൈസി തന്നെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് എന്താണ് കുറച്ച് മുമ്പ് പറഞ്ഞത് അത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. 974 മുതൽക്ക് ഞാൻ KR റഹ്മാൻ പറ്റി അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ. വണ്ടിയിൽ വൈകി കയറി എടുത്ത ബൈക്കന്ന് കയറി അവ എന്നാ അങ്ങോട്ട് വിടുന്ന് പറയാൻ പറ്റൂല.
ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. ഇപ്പോ AP ഉസ്താദിന്റെ ആ പ്രസ്താവനയെ പല രീതിയിൽ വളച്ചൊടിക്കുന്നത് ഇവിടുത്തെ സുഹാബി വിഭാഗമാണ്. സുഹാബി വിഭാഗത്തിന്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലാണ് ഈ ന്യൂസ് 26 എന്ന് പറയുന്ന ഈ ചാനൽ. അപ്പോൾ അവര് തന്നെയാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഈ മുസ്തഫൽ ഫൈസി പറഞ്ഞത് പുറത്തുവിട്ടിട്ടുള്ളത്. ഇവിടെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായിരുന്നു ഈ സുഹാബി വിഭാഗം നീങ്ങിയിരുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ പോലെ കുറച്ചായിട്ട് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പിന്നാലെ എങ്ങനെ തേനൊലിപ്പിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും തിരിച്ചറിയാം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ പറയണ്ടായി, ഇത്തരം ആളുകൾ ഒരു വഹാബി ചാരന്മാരായിക്കൊണ്ട് ഇവിടെ സമസ്തയുടെ ഉള്ളിലും പ്രത്യേകിച്ച് ഈ സമസ്തയുടെ ഉള്ളിൽ തന്നെ കടന്നു കളിക്കണം. ഇവരുടെ ലക്ഷ്യം നമ്മുടെ സുന്നത്ത് ജമാഅത്ത് ഒന്നാകുന്നത് തകർക്കലാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നാസർ ഫൈസി കൂടത്തായി അങ്ങനെ ഒരു പരാമർശം നടത്തുന്നുണ്ടായി. ഞാൻ തന്നെ ഇവിടെ കേൾപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും കേൾപ്പിക്കാത്തത്. അങ്ങനെ പല ആളുകളും വരും, അവർ പലതും പറയും. സുന്നികളെല്ലാം ഒന്നാണ്, അത് AP ആവട്ടെ ഈക്കാവട്ടെ, നമ്മളെല്ലാം ഒന്നാണ് എന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതിനെ തകർക്കാന് സുഹാബിയല്ല വഹാബിയല്ല ഏതാരും വന്നിട്ടും കാര്യമില്ല. നമ്മൾ ഒന്നാണ് എന്ന ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാണ് കരുതുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. എങ്കിലെന്ത് ചെയ്യും, സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും വിജയിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളെ തകർക്കാനോ തളർത്താനോ ഒരാൾക്കും സാധ്യമല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അവരുടെ കാലിൽ കീഴിൽ നിർത്താം സുന്നികളെ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും നടക്കില്ല എന്നുള്ളതും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.